യേശുക്രിസ്തുവിൻ്റെ ഒരു വിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടി നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണല്ലോ. ഈ മനോഹരമായ ദിവസത്തിൽ നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ദൈവത്തിന് മഹത്വം കരയേറ്റാം. സ്തോത്രം 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 സ്തോത്രം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത് വാക്യമാണ് നാം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന ആത്മാവോട് പറയുന്നു. കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിൽ മരിക്കാത്തവർ നിർഭാഗ്യവാന്മാരായിരിക്കും, അല്ലേ? മരണം രണ്ട് വിധം. ഒന്ന്, ക്രിസ്തുവിൽ മരിക്കുന്നവർ. രണ്ട്, പാപത്തിൽ മരിക്കുന്നവർ. പാപത്തിൽ മരിക്കുന്നവർക്ക് നിത്യനാശവും ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് നിത്യജീവനും ഉണ്ടാവും. സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചൊരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭാഗ്യമുള്ളവനാണ്. അവൻ എപ്പോൾ വേർപെട്ടാലും അവൻ ഭാഗ്യവാനാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉറപ്പ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൻ പ്രയത്നത്തിൽ നിന്ന് വിശ്രമിക്കുന്നു എന്ന് പറയുന്നത്. വേർപാടിന് സമയത്ത് പ്രയത്നത്തിൽ നിന്നും വിശ്രമിക്കും. അവൻ്റെ പ്രവൃത്തികൾ അവനെ പിന്തുടരുമെന്നും പറയുകയാണ്. അതെ, പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ സ്തോത്രം നമ്മൾ പ്രയത്നിക്കണം. എന്തിനു വേണ്ടി പ്രയത്നിക്കണം? സ്തോത്രം, ഈ ഭാഗ്യനാടിൻ്റെ വാഗ്ദത്തത്തിൻ്റെ അവകാശിയായി തീരുവാനായിട്ട് നാം പ്രവർത്തിക്കണം. സ്തോത്രം. കാരണം നമുക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല സമയങ്ങൾ നമ്മുടെ നിക്ഷേപത്തെ വർദ്ധിപ്പിക്കുന്ന സമയങ്ങളായിരുന്നു. ഇന്നലെ രാത്രിയിലെ കൂട്ടായ്മയിൽ ഞാനത് പറയുകയായിരുന്നു. നമ്മുടെ പ്രവാസ ജീവിതകാലമാണ് ഈ ഭൂമിയിലായിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറിയാൽ 80 എന്നാണ് നമ്മുടെ ബൈബിൾ നമ്മളോട് പറയുന്നത്. സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 80 വർഷം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ 100 വർഷം ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നവരായി നാം തീരണം. എവിടെ? സ്വർഗത്തിൽ. ഞാനതിൽ ഇന്നലെ ഒരു ഉദാഹരണം പറഞ്ഞത് ഇങ്ങനെയാണ്. നമ്മളിപ്പം പ്രവാസികളായി ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർ ഈ പ്രവാസത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവരവിടെ കിടന്ന് അധ്വാനിക്കുകയും അത് രാവും പകലുമില്ലാതെ ചോര നീരാക്കി പണിത് ഈ വെയിലും കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ അധ്വാനം കഠിന പ്രയത്നങ്ങളിലൂടെ അവർ നേടിയെടുക്കുന്ന നിക്ഷേപങ്ങളെ അവരുടെ നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് അവരുടെ ഭവനം പണിത് ഭവനത്തിൻ്റെ നാട്ടിലെ ആസ്തിയൊക്കെ വർദ്ധിപ്പിച്ച് ഒരു കാലത്ത് അവർക്ക് തിരിച്ചു പോകേണ്ട വരുമെന്നും, തിരിച്ചു ചെല്ലുമ്പോൾ അവർക്ക് പാർക്കാനായിട്ടൊരു നല്ല ഭവനം വേണമെന്നും, അതുകൂടാതെ അവരുടെ ഭാവി ജീവിതം സെക്യൂർ ആക്കാൻ ഒരു നല്ല ബാലൻസ് അക്കൗണ്ടിൽ ഉണ്ടാകണമെന്നും ഒക്കെ കണ്ട് അവർ രാപ്പകലില്ലാതെ പരിശ്രമിച്ചത് ഉണ്ടാക്കിയെടുക്കുന്നു. മറ്റു ചിലർ പ്രവാസത്തിൽ കിട്ടിയ അവരുടെ നല്ല അവസരങ്ങൾ, അവിടുത്തെ ആർഭാടങ്ങൾ കൊത്തവണ്ണം ജീവിച്ച്, അവിടുത്തെ എങ്ങനെ പറയാം, നമ്മൾ പറയുന്ന ലാവിഷായിട്ട് ജീവിച്ച്, അടിച്ച് പൊളിച്ച് ജീവിച്ച്, അവിടുത്തെ എല്ലാ ലോകപരമായ ആ നാടിൻ്റെ കൾച്ചറുകളുമായി പങ്കുചേർന്ന് ആ നാടിൻ്റെ ആഘോഷങ്ങളിലെല്ലാം പങ്കാളികളായി അവിടുത്തെ ജീവിതം അവിടം കൊണ്ട് തന്നെ തീരുകയാണെന്നുള്ള നിലയിൽ അവർക്ക് കിട്ടുന്ന മുഴുവൻ അവരവിടെ അടിച്ച് പൊളിച്ച് തീർന്നു. പിന്നീട് അവർക്ക് നാട്ടിലേക്ക് അവർ മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ ശൂന്യമായ കരങ്ങളോടുകൂടി ഒരു ആവശ്യമുണ്ടായി, പ്രത്യേകിച്ചൊരു രോഗിയായി അല്ലെങ്കിൽ ഒരു അവശതാവസ്ഥ വന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട വന്നാൽ നാട്ടിൽ വരുമ്പോൾ അവർ ശൂന്യരായി തീരുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. അത് പ്രവാസികളുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ബുദ്ധിയുള്ളവർ അവരവിടെ അധ്വാനിച്ചും പ്രയത്നിച്ചും എല്ലാം നാട്ടിൽ അവർ അസറ്റാക്കി മാറ്റും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും ഈ പ്രയത്നം എന്ന് പറയുന്നത്. ഈ പ്രവാസകാലത്തെ പ്രയത്നം അത് നമ്മുടെ നിത്യതയെ പ്രതിഫലിപ്പിക്കും. നിത്യതയിൽ നമുക്കുണ്ടായിരിക്കുന്ന ആ പദവി അവിടെ പ്രതിഫലിക്കപ്പെടുവാനിടയായിത്തീരും. അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ ജ്യോതിസുകളെ പോലെ തിളങ്ങുമെന്ന് ദൈവരാജ്യത്തിൽ നമ്മളോട് തിരുവചനം നമ്മളെ ഓർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുകയും ദൈവനാമ മഹത്വത്തിനായി ജീവിക്കുകയും ദൈവ ഇഷ്ടം ചെയ്യുകയും ദൈവത്തിന് പ്രസാദകരമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈതലിൻ്റെ നിക്ഷേപങ്ങൾ നിത്യതയിൽ ഉണ്ടാവും. അവന് നല്ല ധൈര്യത്തോടെ വേർപാട് സമയങ്ങളിൽ ഇവിടുന്ന് വിടവാങ്ങാൻ കഴിയും. ചിലർ മരണത്തിൽ വളരെ സുഖനിദ്രയിൽ എന്ന പോലെ പോകുന്ന കാണാം. ചിലർ വളരെ പരാക്രമങ്ങളെടുത്ത് വളരെ പ്രതിസന്ധികളിലൂടെ, ഇനി കഷ്ടതയിലൂടെ ചുറ്റും നിന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി പോകുന്ന കാണാം. സ്വന്തം ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമ്മുടെ നിക്ഷേപം ഒരു കാലത്ത് നമ്മുടെ അധ്വാനത്തിൻ്റെ കാലം കഴിയും. പ്രയത്നങ്ങളിൽ നമ്മൾ വിശ്രമിക്കേണ്ടതാകുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രയത്നങ്ങൾ തീരുന്നൊരു കാലം വരും. ഇപ്പോൾ പ്രയത്നിക്കാവുന്ന സമയമാണ്. നന്നായി പ്രയത്നിക്കണം. ദൈവരാജ്യത്തിൽ നിങ്ങളുടെ നിക്ഷേപം വർദ്ധിക്കുന്ന നിലയിൽ പ്രതികരണം. ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കണം. ആത്മാക്കളെ നേടണം. ദൈവരാജ്യത്തെ നിറയ്ക്കണം. നിങ്ങൾക്ക് പ്രവാസകാലം മടങ്ങി ഒരു മടങ്ങിപ്പോക്ക് നമുക്ക് ഏവർക്കും ഉണ്ട് എന്നുള്ള ഓർമ്മയോടെ അധ്വാനിക്കാൻ കഴിയട്ടെ. തിരുവചനം അവസാന വാക്യത്തിൽ പറയുന്ന അവരെ പിന്തുടരും, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു.
ഈ ഭൂമിയിലായിരുന്നപ്പോഴുള്ള നമ്മുടെ നല്ല പ്രവൃത്തികൾ, നന്മകൾ, കർത്താവിന് വേണ്ടി ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികളും നമ്മളെ അവിടെ മാന്യതയ്ക്ക് ഇടയാകും. അത് നമ്മളെ പിന്തുടരും. അത് നമുക്ക് അവിടെ പ്രതിഫലത്തിന് കാരണമായി. തീയതായ പാപപ്രവൃത്തികൾ നിത്യനാശത്തിനും നരകത്തിലേക്കും നമ്മെ തള്ളിവിടുന്ന ഒരനുഭവത്തിലേക്കും വഴിയായി തീരും. ഇന്ന് ഞാനിത് ഓർപ്പിക്കുവാൻ ഇന്നലെ ഒരു ഫ്യൂണറൽ സർവീസിൽ പോയി. നമ്മുടെ പ്രിയ ബിനോയ് പാസ്റ്ററെ, അവിടെ പ്രിയ മാതാവിൻ്റെ വേർപാടിൽ എല്ലാവരും നല്ല ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു. തൻ്റെ ജീവിതകാലം വളരെ കഷ്ടതയിലൂടെ കടന്നുപോയൊരു മാതാവാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു നിമിത്തമുള്ള കഷ്ടങ്ങൾ സഹിച്ച് തൻ്റെ ജീവിതം തനിക്ക് അനുഗ്രഹമായി താൻ നേഴ്സിംഗ് പഠിച്ച ആ കാലഘട്ടം നേഴ്സിംഗ് പഠിച്ചൊരു മാതാവാണ്. പക്ഷെ താൻ ആ ജോലിക്കൊന്നും പോകാതെ കർത്താവിൻ്റെ വേല തിരഞ്ഞെടുത്തു. ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമന്നു തൻ്റെ പ്രിയപ്പെട്ടവനോട് ചേർന്ന്. തനിക്ക് വേണേ ആർഭാടമുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ താൻ പഠിച്ച പ്രൊഫഷൻ വെച്ചും തനിക്ക് മുൻപോട്ട് പോകാമായിരുന്നു. പക്ഷെ അതെല്ലാം വിട്ട് താൻ തൻ്റെ പ്രിയപ്പെട്ടവന് കൊടുത്ത ദൈവിക ദർശനത്തോട് ചേർന്ന് അധ്വാനിച്ചു. രാപ്പകലില്ലാതെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. ഒരു വലിയ പ്രസ്ഥാനമായി അതിനെ വളർത്തിയെടുക്കുവാൻ സാധിച്ചു. മാതാവിനെ ഒരുപാട് പേര് യാത്രയപ്പിൽ നല്ല സന്ദേശങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നിയൊരു കാര്യമാണ്. നന്നായി പ്രയത്നിച്ചു, ഓട്ടം തികച്ചു. ഇനി നിത്യതയിൽ അവർ ഇവിടെ ചെയ്ത പ്രവൃത്തികൾ അവരെ പിന്തുടരും. അവിടെ അവർക്ക് നിക്ഷേപം ഉണ്ട്. അതൊരുക്കി അതിനുവേണ്ടി പ്രയത്നിച്ചത് കൊണ്ട് നല്ല ഉറപ്പോടെ പോകാം. എൻ്റെ അവസാന നാളുകൾ താൻ വളരെ പ്രത്യാശയോടെയാണ് ഇവിടെ വാങ്ങിയതെന്ന് പറയുവാൻ കഴിയുവാനിടയായി തീർന്നു. ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽ ഞാൻ എന്നെ കേട്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് ഇത് ഓർപ്പിക്കുന്നു. നാം എല്ലാവരും ഒരു കാലം നമ്മുടെ പ്രയത്നങ്ങൾ നിർത്തി ഇവിടെ വാങ്ങേണ്ടവരാണ്. നമ്മുടെ പ്രയത്നങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതാണോ ഇല്ലയോ എന്നുള്ളത് നാം ഇവിടെ ചിന്തിക്കണം. നമ്മുടെ പ്രവാസകാലം നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണമെന്നും ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങളെയും കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നൽകിയിരിക്കുന്ന ഈ അല്പകാല ഭൂവാസം ശ്രേഷ്ഠതയോടെ ക്രിസ്തുവിൽ പ്രയത്നിച്ച് ദൈവരാജ്യം നിക്ഷേപം വർദ്ധിപ്പിച്ച് സന്തോഷത്തോടെ മടങ്ങുവാൻ ഒരുക്കത്തോടെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. ജീവിതത്തിൻ്റെ മലിനതകളിലും ഇഹലോക ഇമ്പങ്ങളിലും ഈ നാടിൻ്റെയും ഈ ലോകത്തിൻ്റെയും ഈ സാമൂഹികമായ കൾച്ചറുകളിൽ മുങ്ങിത്താഴ്ന്ന് നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ മൂല്യത്തെ കെടുത്തിക്കളയാതെ ദൈവ കൽപ്പനകളെ ലംഘിക്കാതെ ശ്രേഷ്ഠതയുള്ളൊരു ജീവിതം കെട്ടിപ്പടുത്തുവാൻ നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഈ പ്രയത്നം കേടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. കണ്ണുകളെ അടയ്ക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവായ യേശുവിന്റെ നാമത്തിൽ തിരുസിലേക്ക് അടുത്തു വരികയാണ്. ഈ പ്രഭാതമെന്നെ കാണുന്ന എല്ലാവരും ഉള്ളിൽ ഒരു പ്രത്യാശ ജനിക്കട്ടെ. നിത്യദൈവത്തെ പറ്റിയുള്ള പ്രത്യാശ, നിത്യഭവനത്തെ പറ്റിയുള്ള പ്രത്യാശ, അവിടുത്തെ നിക്ഷേപത്തെ പറ്റിയുള്ള ഒരു പ്രത്യാശ, ദൈവരാജ്യത്തിൽ നിക്ഷേപത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നവരായി തീരുവാൻ, അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവരായി തീരുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും ഇടയാകട്ടെ. ആ ജീവിതയാത്രയിലുള്ളവർ പ്രാരാബ്ദങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ എല്ലാം ക്രിസ്തു നിമിത്തം കർത്താവെ ചപ്പും ചവറുമെന്ന് എണ്ണി കർത്താവെ അതിനെ മറികടപ്പാനുള്ള കൃപയും പ്രാപ്തിയും പ്രാപിച്ച് ജയത്തോടെ ജീവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. ഇന്ന് കേട്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഭാരത്തോടെ വിഷയത്തോടെ ആയിരിക്കുന്ന ആകുലതകളുണ്ടെങ്കിൽ അവ തുടച്ചു നീക്കി ദൈവചൈതന്യം അവരിലേക്ക് പകരേണ്ടതിനായി പ്രാർത്ഥിക്കും. ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാൻ, ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുവാൻ, യേശുവിൽ ആശ്രയിപ്പാൻ പ്രിയമുള്ളവരെ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് ഓൺലൈനിൽ കാണുന്ന സകല കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. ഈ പകലിനെ അനുഗ്രഹിക്കും. ഇന്ന് പോകുന്ന പ്രവർത്തന മേഖലകളിൽ ഏറ്റവും അനുഗ്രഹവും ഐശ്വര്യ സമ്പൂർണ്ണമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കും. കർത്താവിന്റെ മഹത്വവും കൃപയും ധാരാളമായി പകരപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ കരുണയിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവിനെയും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രയർ റിക്വസ്റ്റുകൾ ഓൺലൈനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യണം. സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കണം. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിൽ പ്രയത്നിക്കാം. ദൈവരാജ്യം സമീപമായിരിക്കുന്നു. കർത്താവിന് വിലപ്പെടുത്തിയിരിക്കുന്നു. അത്യുത്സാഹത്തോടെ നമ്മുടെ നിക്ഷേപത്തെ വർദ്ധിപ്പിക്കുവാൻ, നമുക്ക് ഓടുവാൻ കർത്താവ് നിങ്ങളെവരെയും സഹായിക്കട്ടെ. God bless you. I love you. നിങ്ങളുടെ പ്രിയ സഹോദരൻ മാനുഷ് മാത്യു.